ബാക്ക് ടു പീപ്പിൾസ് അക്കാഡമി. നമ്മൾക്ക് കുറച്ച് കറണ്ട് അഫയേഴ്സ് നോക്കാം. ആദ്യ ചോദ്യം ഇങ്ങനെയാണ്: കളിക്കാരനായും പരിശീലകനായും T20 ലോകകപ്പ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആര് എന്നാണ് ചോദ്യം. ആരാണ്? ഗൗതം ഗംഭീർ. ഓക്കെ, 2026 ലോകകപ്പ് 2020 ലോകകപ്പ് നേടിയത് ഇന്ത്യയാണ്. ഇന്ത്യൻ ടീമിന്റെ പരിശീലകനായിരുന്നു ആര്? ഗൗതം ഗംഭീർ. ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? സൂര്യകുമാർ യാദവ്. 2026 വേൾഡ് കപ്പ് T20 വേൾഡ് കപ്പ് നടന്നത് ഇന്ത്യയിലും ശ്രീലങ്കയുമായിട്ടാണ് നടന്നത്. ഓർത്തേക്കാം. ഫൈനലില് ഇന്ത്യയും ന്യൂസിലൻഡുമായിരുന്നു മത്സരിച്ചത്. റണ്ണറപ്പ് ആയത് ന്യൂസിലൻഡ്. ഫൈനൽ മത്സരത്തിലെ മാൻ ഓഫ് ദ മാച്ച് ആയത് ആരെന്ന് ചോദിച്ചാൽ ജസ്പ്രീത് ബുംറയും. മാൻ ഓഫ് ദ ടൂർണമെന്റ് ആയത് മലയാളി താരം സഞ്ജു സാംസണാണെന്ന് ഓർത്തേക്ക്. ഓക്കെ, അടുത്ത ചോദ്യം: 2026 ഫോർമുല 1 സീസണിന് തുടക്കം കുറിച്ച് നടന്ന ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിയിൽ കിരീടം നേടിയത് ആര് എന്ന് ചോദിച്ചാൽ ജോർജ് റസൽ. അടുത്ത ചോദ്യം: ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായ റിംഗ് മെട്രോ ആയി മാറിയ ഡൽഹി മെട്രോയുടെ പാത ഏതാണ്? പിങ്ക് ലൈൻ. ഓക്കെ, ഡൽഹിയിൽ ഓരോ ലൈനിന് ഓരോ പേരാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ പിങ്ക് ലൈനാണ് എന്തായത് റിംഗ് മെട്രോ ആയിട്ട് മാറിയത് എന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത: മികച്ച ഏലം കർഷകനുള്ള സ്പൈസസ് ബോർഡിന്റെ ദേശീയ അവാർഡ് നേടിയ മലയാളി ആരെന്ന് ചോദിച്ചാൽ പയസ് ജോസഫ് ചന്ദ്രൻ കുന്നേൽ. ഓക്കെ, പയസ് ജോസഫ് ചന്ദ്രൻ കുന്നേൽ. അടുത്ത്: സംസ്ഥാനത്ത് കായലിൽ നിർമ്മിച്ച ഏറ്റവും വലിയ പാലം പെരുമ്പളം പാലം. അവ എവിടെയാണെന്ന് വെച്ചാൽ ആലപ്പുഴ ജില്ലയിലെ അരുക്കുറ്റി ഗ്രാമപഞ്ചായത്തിനെയും പെരുമ്പളം ദ്വീപുമായി ബന്ധിപ്പിക്കുന്നതാണ് എന്ന് പറയുന്നത് പെരുമ്പളം പാലം എന്ന് ഓർത്തുവയ്ക്കാം. അടുത്ത ചോദ്യം: കേരളത്തിലെ ആദ്യത്തെ പാത്വേ പാലം ഏതെന്ന് വെച്ചാൽ പടഹാരം പാലമാണ്. ഏതാണ്? പടഹാരം പാലം. അടുത്ത ചോദ്യം, ഏഴാമത്തെ ചോദ്യം: മഹാകവി ചെറുശ്ശേരി സ്മാരകം നിലവിൽ വരുന്നതെന്ന് വെച്ചാൽ ചിറക്കൽ, കണ്ണൂരാണ്. അടുത്ത: ഇന്ത്യയിൽ ആദ്യമായി ഉൾനാടൻ ജലപാതയിൽ, അതായത് ഇൻലാൻഡ് വാട്ടർവേസിൽ നദീതീര ലൈറ്റ് ഹൗസുകൾ നിർമ്മിക്കുന്ന ഏത് നദിയിലെന്ന് വെച്ചാൽ ബ്രഹ്മപുത്ര നദിയിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജലം ഉൾക്കൊള്ളുന്ന നദിയാണ് ബ്രഹ്മപുത്ര എന്ന് പറയുന്നത്. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറയുന്നത് ഗംഗയാണെന്ന് ഓർത്തേക്ക്. ലോകത്തിലെ ആദ്യത്തെ ഫ്രാഞ്ചൈസി അടിസ്ഥാനമാക്കിയുള്ള സൈക്ലിംഗ് ലീഗ് വേദിയാക്കുന്ന ഇന്ത്യൻ നഗരം ഏത് വെച്ചാൽ അഹമ്മദാബാദ് ആണെന്ന് ഓർത്തേക്ക്. അടുത്ത: പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന് വേദിയാകുന്നത് ഛത്തീസ്ഗഡ്. അമേരിക്കൻ ആക്രമണങ്ങൾക്ക് പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കുമിടയിൽ സാങ്കേതിക തകരാറിനെ തുടർന്ന് ഇന്ത്യ അടുത്തിടെ കൊച്ചിയിൽ അഭയം നൽകിയ ഇറാനിയൻ യുദ്ധക്കപ്പലിന്റെ പേര് IRIS ലാവൻ. ഓക്കെ, ഇപ്പോൾ അറിയാം, നിങ്ങൾക്ക് അറിയാം, USA അതുപോലെ തന്നെ ഇസ്രായേലും ചേർന്ന് ആരെ ആക്രമിക്കുന്നുണ്ട്? ഇറാനെ ആക്രമിക്കുന്നുണ്ട്. ഇറാൻ തിരിച്ചു പല രാജ്യങ്ങളെയും ആക്രമിക്കുന്നുണ്ട്. ഓക്കെ, പ്രവർത്തിക്കുക, യുദ്ധം നടക്കുന്നുണ്ട്. അടുത്ത്: വന്യജീവി ശല്യം തടയുന്നതിനായി തദ്ദേശവാസികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അടുത്തിടെ കാടിനമിത്ര സേനയെ സജ്ജമാക്കിയ വന്യജീവി സങ്കേതം എന്ന് വെച്ചാൽ ബന്ദിപ്പൂർ വന്യജീവി സങ്കേതം, ബന്ദിപ്പൂർ കർണാടകയിലാണെന്ന് ഓർത്തേക്കുക. ഓക്കെ, അടുത്ത 13ാമത്തെ ചോദ്യത്തിലേക്ക്. കേരളത്തിൽ ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണം സമഗ്ര പുനരധിവാസവും വാസത്തിനായി കുടുംബശ്രീ മാതൃകയിൽ ആരംഭിക്കുന്ന പുതിയ പദ്ധതിയാണ് സുശക്തി മിഷൻ. അടുത്ത: KSRTC ബിസിനസ് ക്ലാസ് സർവീസ് ഏത് റൂട്ടിലാണ് ആദ്യം ആരംഭിക്കുന്നത്? എറണാകുളം തിരുവനന്തപുരം റൂട്ടിലാണ്. അതായത് ബിസിനസ് ക്ലാസ് ബസ്സാണ്. അതിനകത്ത് ഭക്ഷണം ഓർഡർ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ടോയ്ലറ്റ് സൗകര്യം എല്ലാം ഉള്ള ഒരു ബസ്സാണ് ബിസിനസ് ക്ലാസ് ബസ് എന്ന് പറയുന്നത്, KSRTCയുടെ. ആഗോള കായിക പുരസ്കാരമായ ലോറൻസ് വേൾഡ് ടീം ഓഫ് ദി ഇയർ അവാർഡിനായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ചരിത്രത്തിലെ ആദ്യ വനിതാ ക്രിക്കറ്റ് ടീം എന്ന് വെച്ചാൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമാണ്. അടുത്ത ചോദ്യം: രാജ്യത്തെ ആദ്യമായി 4 മണിക്കൂർ തുടർച്ചയായി വൈദ്യുതി ലഭ്യമാക്കാൻ ശേഷിയുള്ള ഗ്രിഡ് സ്കെയിൽ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം എവിടെയാണ് നിലവിൽ വരുന്നത്? കേരളത്തിലാണ്. മയിലാട്ടി, കാസർഗോഡ്. വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനായി അടുത്തിടെ പ്രോജക്റ്റ് ഹനുമാൻ ആരംഭിച്ച സംസ്ഥാനം എന്ന് വെച്ചാൽ ആന്ധ്രാപ്രദേശ്. അടുത്ത: കേരള ജീനോം ഡാറ്റാ സെന്റർ നിലവിൽ വന്നത് എവിടെയെന്ന് വെച്ചാൽ തിരുവനന്തപുരത്താണ്, കേരളത്തിലെ തിരുവനന്തപുരത്ത്. അടുത്ത ചോദ്യം: 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് മേതിൽ രാധാകൃഷ്ണൻ. ഈ വന്യമൃഗങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ള ഇന്ത്യയിലെ ആദ്യ ഡ്രോൺ അധിഷ്ഠിത മയക്കുവെടി സംവിധാനം നിലവിൽ എന്താണെന്ന് വെച്ചാൽ ഗജാസ്ത്രം. ഓർത്തേക്ക്, ഗജാസ്ത്രം. അടുത്ത ചോദ്യം: 2027 ഇന്ത്യയുടെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസിംഗ് ഔദ്യോഗിക ഭാഗ്യചിഹ്നങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ പ്രഗതി, വികാസം. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ബാൻ ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കർണാടകയാണ്.
ശ്രീലങ്കൻ തീരത്ത് സമീപത്ത് വെച്ച് അമേരിക്കൻ അന്തർവാഹിനിയുടെ ആക്രമണത്തിൽ തകർന്ന ഇറാൻ നാവികസേനയുടെ യുദ്ധക്കപ്പൽ എന്ന് വെച്ചാൽ ഇറിസ്തേന. ഓർത്തിക്ക, ഇറിസ്തേന. അടുത്ത ഭൗമ സൂചിക പദവിയുള്ള കർബി ആംഗ്ലോ എൻജി ഏത് സംസ്ഥാനത്തെ കാർഷിക വിളയാണ്? അസമിനാണ്. അടുത്ത 2020 ലോകകപ്പിൽ വേഗമേറിയ സെഞ്ചുറി എന്ന റെക്കോർഡ് കരസ്ഥമാക്കിയ ന്യൂസിലൻഡ് താരം ആയിരുന്നു ഫിൻ അലൻ എന്ന ഓർത്തേക്ക. ഓക്കെ, അപ്പോൾ 2026 2020 ലോകകപ്പ് വിജയി ഇന്ത്യയാണെന്ന് ഓർത്തേക്കാം. അപ്പോൾ നിങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ ഫോളോ ചെയ്യുക, ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.